നമസ്കാരം. സിദ്ധന്മാർ എന്ന വാക്കിന് സിദ്ധി ലഭിച്ചവർ എന്നാണ് പൊരുൾ. ഇവർ എണ്ണമറ്റ യോഗങ്ങളും അഷ്ടസിദ്ധികളും ലഭിച്ചവർ. ഭൂലോക ഇന്ദ്രൻ എന്ന് ദേവന്മാരാലും ഋഷികളാലും പോറ്റപ്പെടുന്ന സിദ്ധന്മാരുടെ പാരമ്പര്യത്തിൽ വന്ന കാകഭുജണ്ഡർ സിദ്ധരെപ്പറ്റി മനസ്സിലാക്കാം. പുരാണപ്രകാരം ഈ സിദ്ധർ കിപി 7-ാം നൂറ്റാണ്ടിൽ തമിഴ്നാട്ടിൽ മായൂരം എന്ന മയിലാടുതുറയിൽ ജീവിച്ചിരുന്നതായാണ് കരുതപ്പെടുന്നത്. മയൂർനാഥ സ്വാമികളുടെ അരുളാൽ മരണമില്ലാതെ കാക്കയായി പല യുഗങ്ങൾ വാഴാൻ വരം ലഭിച്ചതിനാൽ കാകഭുജണ്ഡർ എന്ന നാമം ലഭിച്ചു. പൊതുവെ സിദ്ധന്മാർ യുഗങ്ങൾ ആയുസുള്ളവർ, ചില സിദ്ധന്മാർ യുഗങ്ങളും കടന്നു വാഴുന്നവർ. എന്നാൽ കാകഭുജണ്ഡർ സിദ്ധർ 7 ലക്ഷം പ്രളയങ്ങളെ കണ്ടവർ എന്ന് സിദ്ധന്മാരുടെ ചരിത്ര പുസ്തകങ്ങളിലും പല യുഗങ്ങൾ ജീവിച്ചയാൾ എന്ന് ജ്ഞാനവാസിഷ്ടം എന്ന പുസ്തകത്തിലും കുറിപ്പുണ്ട്. കാകഭുജണ്ഡർ മനുഷ്യരൂപത്തിലും കാക്കയുടെ രൂപത്തിലും മാറി മാറി ജീവിച്ചയാൾ. പ്രളയം ഏർപ്പെട്ട് ലോകം നശിക്കുമ്പോൾ ഈ സിദ്ധർ മാത്രം കാക്കയുടെ രൂപമെടുത്ത് രക്ഷപ്പെട്ട് പറന്നുപോകും. അതിനാലാണ് കാകഭുജണ്ഡർ എന്ന പേരേ വന്നത്. കാക്കയുടെ രൂപമെടുത്ത് രക്ഷപ്പെടുന്ന ഇദ്ദേഹം നക്ഷത്രമായി മാറുമത്രേ. വീണ്ടും ലോകം ഉദ്ഭവിക്കുമ്പോൾ മഹർഷിയായി മാറി ഭൂമിയിലെത്തും. ഇങ്ങനെയാണ് ഇദ്ദേഹം യുഗയുഗങ്ങളായി ജീവിച്ചു വരുന്നത് എന്നാണ് പുരാണങ്ങൾ. വിചാരിക്കുന്ന മാത്രയിൽ തന്നെ കാക്കയായി രൂപം മാറാനുള്ള കഴിവ് ഈ സിദ്ധർക്കുണ്ട്. ദേവലോകത്ത് കർപ്പകവൃക്ഷത്തിന്റെ ഉച്ചിയിലുള്ള കൊമ്പിലാണ് അദ്ദേഹത്തിന്റെ കൂട് എന്നും ഈ കലിയുഗത്തിൽ മാനസരോവറിന്റെ തീരത്ത് അദ്ദേഹം വസിക്കുന്നതായും പുരാണങ്ങളിൽ പരാമർശമുണ്ട്. അദ്ദേഹം ശ്രീരാമചന്ദ്രന് ഗുരുവായിരുന്നും വസിഷ്ഠർ വ്യാസർ മഹർഷിമാർക്കും ഭോഗർ സിദ്ധർക്കും ഉപദേശം ചെയ്തതായും പറയപ്പെടുന്നു. കാകഭുജണ്ഡർ സിദ്ധരുടെ ജനനത്തെക്കുറിച്ച് പല കഥകൾ നിലവിലുണ്ട്. ആദ്യത്തെ കഥ ഇങ്ങനെ: പല 100,000 വർഷങ്ങൾക്ക് മുമ്പ് വാരിഷി എന്നൊരു മുനി ജീവിച്ചു വന്നിരുന്നു. ചന്ദ്രകുലത്തിലെ ഒരു യുവ വിധവയ്ക്ക് അദ്ദേഹത്തിന്റെ മേൽ പ്രണയം തോന്നി. ഇതറിഞ്ഞ മുനി യുവതിയുടെ ഈ ചിന്ത പോലും തെറ്റ് എന്നതിനാൽ കോപത്തോടെ അവൾ ഗർഭിണിയായി തീരട്ടെ എന്ന് ശപിച്ചു. അപ്രകാരം ആ വിധവയ്ക്ക് ജനിച്ച ആൺകുഞ്ഞാണ് പിന്നീട് കാകഭുജണ്ഡർ എന്ന സിദ്ധരായി മാറിയത് എന്നാണ് പറയുന്നത്. കാകഭുജണ്ഡർ ഉത്രം നക്ഷത്രം 2-ാം പാദത്തിൽ ജനിച്ചതായി ഭോഗരുടെ പുസ്തകത്തിൽ പരാമർശമുണ്ട്. രണ്ടാമത്തെ കഥ പ്രകാരം സുഖഭോഗങ്ങളുടെ ഉറവിടമായ ദേവലോകത്തിൽ ശക്തിഗണങ്ങളും ശിവഗണങ്ങളും ചേർന്ന് ഒരു ബ്രഹ്മാണ്ഡ നടനം ആടിക്കൊണ്ടിരിക്കെ അത് ആസ്വദിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു ശ്രീപരമേശ്വരനും പാർവതീദേവിയും ദേവലോകവാസികളും. ഇവർ കുടിച്ചിരുന്ന ഉല്ലാസപാനീയം ഒരു ചെറിയ തോടായി ഒഴുകി വരുന്നത് കുറച്ച് അരയന്നങ്ങൾ കുടിച്ചു. അതോടെ അരയന്നപ്പറവകൾ സദസ്സിലെത്തി ഗണങ്ങളുടെ കൂടെ ചേർന്ന് നടനമാടി. ഇത് കണ്ട ശിവഭഗവാന്റെ ശിരസിലെ ചന്ദ്രകല കാക്കയുടെ രൂപമെടുത്ത് അരയന്നങ്ങളുടെ കൂടെ നൃത്തം ചെയ്തു. അതിൽ ഒരു അരയന്നത്തിന്റെ അഴകിൽ മയങ്ങിയ കാക്ക അരയന്നവുമായി ചേർന്നു. തൽക്ഷണം അരയന്നം ഗർഭം ധരിക്കുകയും 21 മുട്ടകൾ ഇടുകയും ചെയ്തു. അതിൽ നിന്ന് 20 അരയന്ന കുഞ്ഞുങ്ങളും ഒരു കാക്കക്കുഞ്ഞും പിറന്നു. ആ കാക്കയാണ് മനുഷ്യരൂപത്തിൽ കാകഭുജണ്ഡർ എന്ന സിദ്ധരായി മാറിയത് എന്നാണ് ഐതിഹ്യം. സരസ്വതി ദേവിയുടെ മാനസപുത്രനാണ് കാകഭുജണ്ഡർ എന്നും ചില പുരാണങ്ങളിൽ പരാമർശമുണ്ട്. കാകഭുജണ്ഡർ സിദ്ധരുടെ നക്ഷത്രം ആയില്യമാണെന്നും അല്ല അവിട്ടമാണെന്നും വാദമുണ്ട്. കാകഭുജണ്ഡർ തീവ്ര ശിവഭക്തൻ. ശിവനല്ലാതെ അദ്ദേഹത്തിന് വേറൊന്നും അറിയില്ല. ശിവനെ അല്ലാതെ മറ്റാരെയും വണങ്ങുകയുമില്ല. എന്തിലും ഏതിലും ശിവം എന്ന് വിചാരിച്ചിരിക്കുന്ന കാകഭുജണ്ഡരുടെ ഭക്തിയെ ലോകത്തിന് ഉണർത്താൻ തീരുമാനിച്ച ശിവഭഗവാൻ തന്റെ തിരുവിളയാടൽ ആരംഭിച്ചു. കാകഭുജണ്ഡരുടെ ഗുരു അദ്ദേഹത്തോട് മഹാവിഷ്ണുവിനെയും വണങ്ങാനും പൂജിക്കാനും ഉപദേശിച്ചു. പക്ഷേ കാകഭുജണ്ഡർ അത് അനുസരിച്ചില്ല. ഗുരു വീണ്ടും വീണ്ടും ഇതേ ആവശ്യം ആവർത്തിച്ചു. പക്ഷേ എക്കാരണം കൊണ്ടും കാകഭുജണ്ഡർ അതിന് തയ്യാറായില്ല. ഒരു നാൾ ഉജ്ജയിനിയിൽ മഹാകാളേശ്വരർ കോവിലിൽ കാകഭുജണ്ഡർ ശിവപൂജയിൽ ഏർപ്പെട്ടിരിക്കെ ഗുരു വരുന്നത് കണ്ട് വീണ്ടും ഇതേ ആവശ്യം പറയാനായിരിക്കും വരുന്നത് എന്ന് കരുതി ഗുരുവിനെ കണ്ടില്ലെന്ന് നടിച്ചു. പക്ഷേ ഇത് കണ്ട ശിവഭഗവാൻ ഗുരുവിന് മര്യാദ കൊടുക്കാത്ത നീ ഭൂമിയിൽ 10,000 പിറവിയിൽ കുറയാതെ ജന്മമെടുത്ത് നരകവേദന അനുഭവിക്കും എന്ന് ശപിച്ചു. ഈ അശരീരി കേട്ട് കാകഭുജണ്ഡർ നടുങ്ങി വിറച്ച് ഗുരുവിനോട് മാപ്പ് ചോദിച്ചു. വിഷമിച്ചു പോയ ഗുരു കാകഭുജണ്ഡർക്ക് വേണ്ടി ഭഗവാനോട് ശാപമോക്ഷത്തിന് അപേക്ഷിച്ചു. ഗുരുവിന് ശിഷ്യനോടുള്ള സ്നേഹം കണ്ട ശിവഭഗവാൻ 10,000 പിറവികൾ എന്നത് 1000 പിറവികളാക്കി ചുരുക്കി. മുമ്പ് തന്നെ മയൂരനാഥർ മരണമില്ലാതെ വാഴാൻ വരം കൊടുത്തതിനാൽ എത്ര പിറവികൾ എടുത്താലും ജീവിത കഷ്ടങ്ങൾ ഏതും ബാധിക്കില്ലെന്നും ലോകമേ നശിച്ചാലും കാകഭുജണ്ഡർ നശിക്കില്ലെന്ന അനുഗ്രഹവും കൊടുത്തു. പൊതുവെ 14 കലകളാണല്ലോ ചന്ദ്രന്. കാകഭുജണ്ഡർ ശിവകല വടിവം, അതിനാലും നാശമില്ല എന്നതാണ് തത്വം. ഇങ്ങനെ 999 പിറവികളെടുത്ത കാകഭുജണ്ഡർ അവസാനത്തെ പിറവിയിൽ ഒരു ബ്രാഹ്മണ കുടുംബത്തിൽ ജനിച്ചു. കഴിഞ്ഞ ജന്മത്തിൽ ചെയ്ത തെറ്റിന് പരിഹാരമായി കാകഭുജണ്ഡർ ഒരു ശ്രീരാമ ഭക്തനായി മാറി. രാമനെ കാണാൻ തപം ചെയ്ത് കാക്കയുടെ രൂപമെടുത്ത് പല ലോകങ്ങളിലും തേടി അലഞ്ഞു. ഒടുവിൽ ആഗ്രഹം സാധിച്ചു. അയോധ്യയിൽ കൗസല്യ മാതാവിനൊപ്പം കളിക്കുന്ന കുഞ്ഞായ ശ്രീരാമനെ കണ്ട് ഇത് ഭഗവാൻ ശ്രീരാമൻ തന്നെയാണോ എന്ന് പോലും കാകഭുജണ്ഡർ സംശയിച്ച് സൂക്ഷ്മരൂപിയായി ഒരു പൊട്ടുപോലെ ഭഗവാന്റെ ഉദരത്തിൽ പ്രവേശിച്ചപ്പോൾ അതിനുള്ളിൽ എണ്ണമറ്റ പ്രപഞ്ചങ്ങളും പർവ്വതങ്ങളും നദികളും സൂര്യചന്ദ്രന്മാരും കൗസല്യ മാതാക്കളും
ബ്രഹ്മവിഷ്ണു മഹേശ്വരന്മാരും ശ്രീരാമചന്ദ്രന്മാരെയും കണ്ട് അന്താളിച്ചതായി അദ്ദേഹം വിവരിക്കുന്നുണ്ട്. മേരുപർവ്വതത്തിലെ മരത്തിലിരുന്ന് അദ്ദേഹം ശ്രീരാമലീലകൾ പാടുമ്പോൾ കേൾക്കാനായി പാർവതി പരമശിവന്മാർ അരയന്ന പക്ഷികളായി വന്നതും കാകഭുജണ്ഡർ ഓർമ്മിക്കുന്നുണ്ട്. കാകഭുജണ്ഡർ നാഡി എന്നതാണ് നാഡീ ജ്യോതിഷത്തിൽ ആദ്യത്തേത്. അതിനാൽ ഇദ്ദേഹത്തെ പ്രാർത്ഥിച്ചാൽ ഗ്രഹദോഷങ്ങൾ തീണ്ടില്ല എന്നാണ് പറയുന്നത്. കാകഭുജണ്ഡർ ഉപനിഷത്ത്, കാകഭുജണ്ഡർ ജ്ഞാനം, കാകഭുജണ്ഡർ കാവ്യം എന്നിങ്ങനെ അദ്ദേഹം രചിച്ച 8 പുസ്തകങ്ങൾ അളവറ്റ ഫലങ്ങൾ തരുന്നവയാണ്. അന്തരീക്ഷമർദ്ദം മാറുന്നതിനെക്കുറിച്ച് മുൻകൂട്ടി അറിയാനും ഗർഭസ്ഥ ശിശു ആണോ പെണ്ണോ എന്നറിയാനുള്ള വിദ്യകളെപ്പറ്റിയുമെല്ലാം അദ്ദേഹം തന്റെ പുസ്തകങ്ങളിൽ വിവരിച്ചിട്ടുള്ളതായാണ് പറയപ്പെടുന്നത്. ജ്യോതിഷത്തിൽ അദ്ദേഹം എഴുതിയ കുറിപ്പുകൾ പ്രപഞ്ചചലനത്തിന് ആധാരമായിരുന്നവയാണെന്നാണ് പറയുന്നത്. നാഗഭുജണ്ഡർ, യോഗഭുജണ്ഡർ, ഭുജംഗൻ, ഭുഷുണ്ഡി, കാക്കയൻ, നാഗേന്ദ്രമുനി, മനുവാക്യൻ, കാലാമൃതൻ, ചിരഞ്ജീവി മുനി, അഞ്ജനാമൂർത്തി, കർപ്പകവൃക്ഷൻ, നർപ്പവി, ബ്രഹ്മഗുരു, ആദിസിദ്ധർ, ത്രികാലജയർ എന്നിങ്ങനെ ധാരാളം നാമം കാകഭുജണ്ഡർ സിദ്ധർക്കുണ്ട്. ശംഭുകമുനിയുടെ പുത്രി പകുളാദേവിയാണ് കാകഭുജണ്ഡരുടെ പത്നി എന്നാണ് പുരാണങ്ങളിൽ പരാമർശം. അതിരില്ലാത്ത ആയുസിനുടമയും പരന്ന ജ്ഞാനവും ചിരഞ്ജീവിയുമായ കാകഭുജണ്ഡരുടെ അടുത്തു ചെന്ന് അല്ലയോ മഹാനുഭാവ, താങ്കളുടെ ആയുഷ്കാല അനുഭവത്തെപ്പറ്റി വിവരിച്ചാലും എന്ന് വസിഷ്ഠ മഹർഷി കാകഭുജണ്ഡരോട് ചോദിക്കുന്നതായി പുരാണങ്ങളിൽ പരാമർശമുണ്ട്. അതിനു മറുപടിയായി കർപ്പകമരത്തിന്റെ ഉച്ചിയിലെ കൊമ്പിലിരുന്ന് കാകഭുജണ്ഡർ ഇപ്രകാരം പറയുന്നുണ്ട്. പല യുഗങ്ങളിൽ പ്രളയങ്ങളിൽ പ്രപഞ്ചം പല 1000 പ്രാവശ്യം നശിക്കുന്നതും പിന്നീട് ഉദ്ഭവിക്കുന്നതും ഞാൻ കണ്ടിട്ടുണ്ട്. മയൂരനാഥനെ ദർശിക്കാൻ ഉമാദേവി മയിൽ രൂപത്തിൽ തപം ചെയ്യുന്നതും 5 തലയോടെ മായൂരം വന്ന് തപം ചെയ്ത ബ്രഹ്മനെയും ഞാൻ കണ്ടിട്ടുണ്ട്. ശ്രീപരമേശ്വരൻ ബ്രഹ്മദേവന്റെ 5ാമത്തെ തല കൊയ്തതും ഞാൻ ദർശിച്ചിട്ടുണ്ട്. ദേവന്മാർ പാൽക്കടൽ കടയുന്നതും പ്രപഞ്ചം ഉദ്ഭവിച്ച കാലത്തിൽ സൂര്യചന്ദ്രന്മാർ പിറവിയെടുക്കുന്നതും കണ്ട് രസിച്ചിട്ടുണ്ട്. ഹിരണ്യാക്ഷൻ ഭൂമിയെ കവരുന്നതും മഹാവിഷ്ണു വരാഹാവതാരമെടുത്ത് ഭൂമിയെ തിരിച്ചു കൊണ്ടുവരുന്നതും ശിവഭഗവാൻ ആലഹാല വിഷം ഉണ്ണുന്നതും ത്രിപുരം എരിച്ചതും ഞാൻ കണ്ണുകൊണ്ട് കണ്ടിട്ടുണ്ട്. ശ്രീമൻ മഹാവിഷ്ണുവിന്റെ ദശാവതാരങ്ങളും 21 ബ്രഹ്മകൽപ്പങ്ങളും ഞാൻ കണ്ടിട്ടുണ്ട്. 11 പ്രാവശ്യം രാമായണവും 16 പ്രാവശ്യം മഹാഭാരത യുദ്ധവും എനിക്ക് കാണാൻ സാധിച്ചിട്ടുണ്ട്. കാകഭുജണ്ഡർ കണ്ട രാമായണത്തിൽ പല പല പരിസമാപ്തികളാണ്. ഈ യുഗത്തിൽ നമുക്കറിയാവുന്ന രാമായണം രാവണനെ വധിച്ച് ശ്രീരാമൻ സീതാദേവിയെ വീണ്ടെടുക്കുന്നതാണ്. എന്നാൽ ദശരഥ മഹാരാജാവ് പുത്രകാമേഷ്ടി യാഗം നടത്താതെ പുത്രന്മാരില്ലാതെ രാവണന്റെ കൈകളാൽ മരണപ്പെടുന്നത്, രാവണൻ മേഘനാഥനാൽ കൊല്ലപ്പെടുന്നത്, രാമരാവണ യുദ്ധത്തിൽ രാമൻ തോൽക്കുകയും ലക്ഷ്മണൻ മരണപ്പെടുകയും ചെയ്യുന്നത്, ബാലി സുഗ്രീവനെ കൊല്ലുന്നത് എന്നിങ്ങനെ പല പല പരിസമാപ്തികൾ യുഗങ്ങളിൽ നടന്നിട്ടുണ്ട് എന്നാണ് പറയുന്നത്. അതേപോലെ നമുക്കറിയാവുന്ന മഹാഭാരത കഥയിൽ പാണ്ഡവർക്ക് വിജയവും കൗരവർക്ക് തോൽവിയും. എന്നാൽ കാകഭുജണ്ഡർ കണ്ട പല മഹാഭാരത യുദ്ധത്തിനൊടുവിലുള്ള പരിസമാപ്തികൾ ഇപ്രകാരമാണ്. ഭീഷ്മർ ഹസ്തിനാപുരി ഭരിക്കുന്നത്, കർണൻ ഹസ്തിനാപുരിയുടെ അധിപനാവുന്നത്, പാണ്ഡു ഹസ്തിനാപുരി ഭരിക്കുന്നത്, ദുര്യോധനന്റെ കൈകളാൽ ശകുനി കൊല്ലപ്പെടുന്നത്, പാണ്ഡവർ കൗരവരാൽ മരണപ്പെടുന്നത് എന്നിങ്ങനെ. പ്രളയത്തിനൊടുവിൽ വീണ്ടും പ്രപഞ്ചം സൃഷ്ടിക്കാൻ ഓംകാരനാഥം എവിടെ മറിഞ്ഞിരിക്കുന്നു എന്നറിയാൻ കൈലാസത്തിൽ ത്രിമൂർത്തികൾ ഒത്തുകൂടിയപ്പോൾ അത് അറിയാവുന്ന ഒരേ ഒരാളെ പ്രപഞ്ചത്തിലുള്ളൂ, അത് കാകഭുജണ്ഡ ഋഷിയാണ് എന്ന് ശ്രീ മഹാവിഷ്ണു പറഞ്ഞത്രേ. അങ്ങനെ പറയാനുള്ള കാരണം പ്രളയത്തിനൊടുവിൽ പ്രപഞ്ചം നിശബ്ദമായപ്പോൾ ഭഗവാന്റെ സുദർശന ചക്രം മാത്രം ചുഴറ്റിക്കൊണ്ടിരുന്നത്രേ. കാകഭുജണ്ഡ മഹർഷിയുടെ അടുത്തുകൂടി സുദർശനം പോയപ്പോൾ ഒരു നിമിഷ നേരത്തേക്ക് അതിന്റെ കറക്കം നിർത്താൻ കാകഭുജണ്ഡ മഹർഷിക്ക് സാധിച്ചു എന്നതിനാലാണ്. പല കോടി ബ്രഹ്മാക്കളെയും ശിവവിഷ്ണുമാരെയും ദർശിച്ച കാകഭുജണ്ഡ മഹർഷിയുടെ അടുത്ത് ബ്രഹ്മദേവൻ ബ്രഹ്മബാലനായും മഹാവിഷ്ണു ഗോപാലനായും ശ്രീപരമേശ്വരൻ ഭൈരവബാലനായും ഉപദേശം ശ്രവിച്ചിരുന്നു എന്നാണ് പറയുന്നത്. പ്രളയത്തിൽ ഭൂലോകമേ നശിച്ചാലും താൻ മാത്രം നശിക്കാതെ എല്ലാറ്റിനും മൂകസാക്ഷിയായി പ്രപഞ്ചത്തെ നോക്കിക്കൊണ്ടിരിക്കുന്ന ഒരേ മഹർഷിയും കാകഭുജണ്ഡർ മാത്രം. അദ്ദേഹം തന്റെ വഴിയിൽ വന്ന പല കോടി സിദ്ധന്മാർക്ക് പല കോടി ദേവരഹസ്യം ഉപദേശിച്ചിട്ടുണ്ട്. തമിഴ്നാട് മുഴുവനും പല ശിവാലയങ്ങൾ നിർമ്മിക്കാൻ കാരണക്കാരനാണ് കാകഭുജണ്ഡർ സിദ്ധർ. കൊള്ളിമല, പൊതികമല, ചതുരഗിരിമല, വെള്ളിയങ്കിരിമല പോലെ പല മലകളിൽ അദ്ദേഹം തപസിരുന്നതായി കുറിപ്പുകളുണ്ട്. കാകഭുജണ്ഡർ പോയ ലോകങ്ങളിലെല്ലാം തന്നെ അദ്ദേഹം പല അത്ഭുതങ്ങളും സൃഷ്ടിച്ചിട്ടുണ്ട്. ചതുരഗിരി മലയ്ക്ക് ചെന്ന കാകഭുജണ്ഡർ ബോഗർ സിദ്ധരുടെ ചില ശിഷ്യന്മാരെ തന്റെ ശിഷ്യരാക്കി. ശൂരസേനൻ എന്ന ശിഷ്യൻ അറിയാതെ കാട്ടിലെ വിഷപ്പഴം ഭക്ഷിച്ച് മരണപ്പെട്ടപ്പോൾ നാഗതാലി എന്ന മൂലികച്ചെടിയിനാൽ കാകഭുജണ്ഡർ ജീവൻ തിരിച്ചുകൊടുത്തു. കൊള്ളിടം അക്കാൾപുരം, ചിദംബരം ആലമ്പാക്കം, സേലം പൊൻപരപ്പി, നാഗെ ശ്രീപാൽമൊഴി, രാജപാളയം തിരുവഴുക്കുപ്പാറ, തിരുപ്പറങ്കുണ്ട്രം മല, കൊല്ലിമല, ഉത്തരകോശമങ്കെ, തിരുമല രായൻപട്ടണം, കാളഹസ്തി, ഭൈരവൻപട്ടി, വെള്ളിയങ്കിരിമല, സീർഗാഴി, ബ്രഹ്മഋഷിമല എന്നിങ്ങനെ 17ൽ പരം ഇടങ്ങളിൽ കാകഭുജണ്ഡർക്ക് ജീവസമാധിയുണ്ട്. അവസാന കാലം കാകഭുജണ്ഡർ തിരുച്ചിക്കടുത്തുള്ള ഉറയൂരിൽ വസിച്ചതായും
അവിടെ സമാധിയായതായും പറയപ്പെടുന്നു. കാകഭുജണ്ഡർ പല പ്രളയങ്ങൾക്ക് ശേഷം ഇന്നും ഇവിടെ ജീവിക്കുന്നുണ്ടെന്ന് ശുകബ്രഹ്മ ഋഷിയും തന്റെ പുസ്തകത്തിൽ പരാമർശിച്ചിട്ടുണ്ട്. ഇതിന് തെളിവായി കൊരട്ടൂർ ജംബുകേശ്വരർ കോവിലിൽ 1991 ആഗസ്റ്റ് മാസം 8-ാം തീയതി നടന്ന പൂജയിൽ കാകഭുജണ്ഡർ ജ്യോതി വടിവിൽ ദർശനം കൊടുത്ത് ചില നിമിഷങ്ങൾക്കുള്ളിൽ മറഞ്ഞത് കണ്ട ധാരാളം ഭക്തരുണ്ട്. അതിനാൽ വലിയ വിശ്വാസത്തോടെയാണ് ഭക്തർ ഈ ക്ഷേത്രത്തിലെത്തുന്നത്. അതേപോലെ തിരുവെற்றிയൂർ എല്ലയമ്മൻ കോവിലിൽ കാകഭുജണ്ഡ മഹർഷിക്കും രോമസ മഹർഷിക്കും സന്നിധിയുണ്ട്. ഭക്തർക്ക് കരുവറയ്ക്കുള്ളിൽ പോയി തൊഴുതാനുള്ള അനുവാദവുമുണ്ട്. ചുരുക്കി പറഞ്ഞാൽ പ്രപഞ്ചത്തിന്റെ ചലനത്തെ പൂർണ്ണമായും മനസ്സിലാക്കിയ ഒരേ ഒരാളാണ് മഹാന്മാരിൽ മഹാനായ കാകഭുജണ്ഡർ സിദ്ധർ. വീണ്ടും അടുത്ത വീഡിയോയിൽ കാണാം. നന്ദി.